ഇന്നലെ എന്താ ഭാര്യ സമയത്ത് ചോറ് തന്നില്ലേ? ഉച്ചക്ക് പോയിട്ട് വൈകിയാണല്ലോ വന്നത്. ഇവിടെ കളിക്ക് ഞാൻ എത്ര നേരം കാത്തിരുന്നു ഇവിടെ. ഞാൻ ലേശാണ് പശുവിനെ കറക്കണ്ടേ, അത് കറക്കണ്ടേ? നാല് ശീതളാ അടിക്കണ്ട എന്തെങ്കിലും ഉണ്ടോ കയ്യില്? മറ്റുള്ള നേരത്തെ കളിക്കട്ടെ. എപ്പോഴും എന്ന് പറഞ്ഞാ അവക്ക് പെൻഷൻ ഇല്ലേ? പിന്നെ തരുന്നില്ല ഒന്നും. ഞാൻ തന്നില്ലേ? അത് തന്നിട്ട് എന്താ അന്ന് കുടിച്ചില്ലേ? നീ വെറുതെ ഇങ്ങനെ മണമുണാന്നിരുന്നിട്ട് കാര്യമില്ല. ഈ കള്ളും കുടിച്ച് ചീട്ടുകളിയും കണ്ടിരുന്നിട്ട് അവിടെ പോയി തിരിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല. അവരെ സന്തോഷിപ്പിക്കണം. എന്നാലേ കിട്ടണം മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പറ്റിച്ചിട്ടേ നമ്മളവിടെ പണിക്കര് ഇത് ഗ്രൗണ്ടില്ലേ? പോലീസല്ല അവിടെ ഒരു വണ്ടി ഇങ്ങനെ കൂടിയൊരു കാറ് അത് ചെടിയിലോട്ട് പോന്നു പോയി. അവിടെ കിടക്കട്ടത്? അത് കിടക്കട്ടെന്നല്ല, അതിന് വകുപ്പുണ്ട്. അത് തള്ളി കരയിൽ എത്തിച്ചു കൊടുത്താലേ 5000 രൂപ. 5000 രൂപ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു 5000 രൂപ. ആളെ സെറ്റാക്കി ഉറപ്പിച്ച് വന്നിട്ട് പിടിക്കാം. 5000 രൂപ കിട്ടൂലേ? ചെരുപ്പ് എടുക്കട്ടെ. നടന്നോ? രൂപ 5000 നീ വന്നാടാ. ഞാൻ വരുന്നില്ല. എടാ എല്ലാവർക്കും കൂടി എടുത്തൂടെ? ആവട്ടാ, ഇത് നടക്കൂല. അവന് പെണ്ണുമ്പുള്ള പെൻഷൻ ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് തന്നെ നീ അത് മേടിച്ച് തിന്നോടാ. എല്ലാം ശരിയാവുന്നും പറഞ്ഞ അമ്മാവ് നടത്തിയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ആ ഫാമിലി പെൻഷൻ കിട്ടണോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണു. അന്വേഷിച്ച് നോക്കിയപ്പോ നല്ല കുടുംബം, ഗൾഫിലെ ജോലി, നല്ല സ്വഭാവം, 2ാം കെട്ടാണെന്ന് അറിഞ്ഞിട്ടും കെട്ടാൻ തയ്യാറായിട്ട് വരിക. അങ്ങനെ ഒത്തു വന്നപ്പോക്കിപ്പോൾ നിന്റെ കാര്യം ആലോചിച്ചപ്പോൾ അമ്മാവൻ അങ്ങോട്ട് നടത്തിയെന്നേ ഉള്ളൂ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലും പോകാണ്ട് നിന്റെ വായി നോക്കിയിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അമ്മാവൻ ഒന്നില്ലെങ്കിലും സർക്കാർ ജോലിയിലിരുന്ന് റിട്ടയർഡ് ആയ ആളല്ലേ? അമ്മാവൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ട് നടത്താൻ. എന്നിട്ടിപ്പോ എവിടെയാവേ? എനിക്കറിയില്ല. അവിടെ ഇവിടെ കറങ്ങി നടക്കലാണ്. വരണം. അമ്മാവ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ അമ്മാവാ. മറിമായം